തെലുഗു സൂപ്പർ സ്റ്റാർ അല്ലു അർജുന തിയേറ്ററിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഒരു തിയേറ്ററിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മലയാള സിനിമ സൂപ്പർ സ്റ്റാറുകളുടെ തിയേറ്ററിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ ലാലേട്ടൻ തിയേറ്റർ ആണ്. ലാലേട്ടൻ, ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിപ്ലക്സ്, അതുപോലെ എംലാഡ് സിനിപ്ലക്സ്. അടുത്തത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ്, അദ്ദേഹത്തിന്റെ ഡി സിനിമ. ഏറ്റവും അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത തിയേറ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഡി സിനിമ കൊടുങ്ങല്ലൂരാണ് കേട്ടോ, തൃശ്ശൂർ ജില്ലയില്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരു തെലുങ്ക് നായകൻ നമ്മുടെ അല്ലു അർജുന്റെ തിയേറ്ററിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ തെലുഗു സ്റ്റേറ്റ്സിലെ തന്നെ ആദ്യത്തെ LED സ്ക്രീൻ തിയേറ്റർ കൊണ്ടുവന്നത് നമ്മുടെ അല്ലു അർജുൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു തിയേറ്റർ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ തിയേറ്ററിന്റെ ലൊക്കേഷൻ പറയാം. തെലങ്കാന സ്റ്റേറ്റ്സിലെ ഹൈദരാബാദിലെ അമീർപെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ അല്ലു അർജുന്റെ AAA സിനിമ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്താണ് ഈ AAA? ഈ AA എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലു അർജുനാണ്. അപ്പൊ അതിന് മുമ്പിലുള്ള A എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഏഷ്യൻ സിനിമാസ്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ AAA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ അല്ലു അർജുൻ സിനിമാസ് എന്നാണ് ഈ ഒരു തിയേറ്ററിന്റെ പേര്. അപ്പൊ നിങ്ങൾ വീണ്ടും ആലോചിക്കും, എന്താണ് ഈ ഏഷ്യൻ എന്നുള്ളത്? ഈ ഏഷ്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ലീഡിംഗ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ്. അവരുടെ ഒരു മൾട്ടിപ്ലക്സ് ബ്രാൻഡാണ് ഏഷ്യൻ സിനിമാസ് എന്ന് പറയുന്നത്. ഇപ്പൊ കത്തിയല്ലോ അല്ലെ, ഏഷ്യൻ അല്ലു അർജുൻ സിനിമാസ്. അപ്പൊ ഈ ഏഷ്യൻ ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ അല്ലു അർജുനും കൂടെ ചേർന്ന് നിർമ്മിച്ച ഒരു തിയേറ്ററാണ് AAA സിനിമാസ്. അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇപ്പൊ ഈ തിയേറ്റർ നിലനിൽക്കുന്ന സ്ഥലത്ത് പണ്ട് അവിടെ പഴയ ഐക്കോണിക് സത്യം തിയേറ്റർ ആയിരുന്നു. ആ ഒരു തിയേറ്റർ ഡെവലപ്പ് ചെയ്തിട്ടാണ് പുതിയൊരു മാള് അവർ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ ആ ഒരു മാളിന്റെ പേരാണ് ഏഷ്യൻ സത്യം മാള്. ഇനി മാളിന്റെ കാര്യം പറയുവാണെങ്കിൽ 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു മാളിന്റെ വിസ്തൃതി വരുന്നത്. ഇതിലെ 4th ഫ്ലോറിലാണ് നമ്മൾ ഈ പറഞ്ഞ AAA സിനിമാസ് വരുന്നത്. 3rd ഫ്ലോറിൽ ഒരു വലിയ ഫുഡ് കോർട്ട് തന്നെ ഉണ്ട്, AAA ഫുഡ് കോർട്ട്. അപ്പൊ ഇതിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി എന്നാണ് ഈ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം, അതായത് ജൂൺ 15, 2023 ഈ ഒരു AAA സിനിമാസ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ അല്ലു അർജുനും അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി മിനിസ്റ്റർ ശ്രീനിവാസ് യാദവും കൂടെ ചേർന്നാണ് ഈ ഒരു AAA സിനിമാസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോഴേ ഈ ഒരു തിയേറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടുണ്ട്. അതിലെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലു അർജുൻ ഐക്കൺ ലോഞ്ച് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ലോഞ്ചിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അല്ലു അർജുന്റെ ഫാമിലി ഫോട്ടോസ് ആണ്. അതും നമ്മളൊന്നും ഇതുവരെ കാണാത്ത ഫാമിലി ഫോട്ടോസ് ആണ് ഈ ഒരു ലോഞ്ചിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് ഒക്കെ നമുക്ക് ആ ഒരു തിയേറ്ററിൽ കാണാൻ പറ്റും, അതായത് ഈ ഒരു ലോഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ എല്ലാ പോസ്റ്റേഴ്സ് നമുക്ക് ഈ ഒരു ലോഞ്ചിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അല്ലു അർജുൻ ഫാൻസിനെ സംബന്ധിച്ച് ആ ഒരു ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഗംഭീര സംഭവം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ലോബിയിലേക്ക് കയറുമ്പോൾ നമുക്ക് അവിടെ ഒരു വലിയ LED സ്ക്രീൻ കാണാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു സ്ക്രീനിൽ മൂവി ട്രെയിലേഴ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ അടുത്ത് സലാറിന്റെ ഒക്കെ ട്രെയിലർ ആ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മൂവി പ്രൊമോഷൻ വർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു LED സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും. മറ്റ് തിയേറ്റേഴ്സിനും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ് ഈ വെയിറ്റിംഗ് ലോബിയിൽ കാണുന്ന ഇതുപോലത്തെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ തിയേറ്റർ സ്ക്രീനിനകത്തേക്ക് കയറുവാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് എത്ര സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ 5 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് നമ്മുടെ AAA സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ സ്ക്രീൻ 1ന്റെ കാര്യം നോക്കാം. സ്ക്രീൻ 1ന്റെ കാര്യം പറയുവാണെങ്കിൽ ഏറ്റവും വലിയ സ്ക്രീൻ ഇരിക്കുന്നത് ഈ ഒരു സ്ക്രീൻ 1ൽ തന്നെയാണ് കേട്ടോ. അതായത് 67 ഫീറ്റ് വലിപ്പമുള്ള സ്ട്രോങ് MDയുടെ സ്ക്രീനാണ് ഈ ഒരു സ്ക്രീൻ 1ൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പ്രൊജക്ഷന്റെ കാര്യം പറയുവാണെങ്കിൽ ബാർകോഡ് ഫ്ലാഗ്ഷിപ്പ് RGB ലേസർ പ്രൊജക്ടർ ആണ് ഈ ഒരു സ്ക്രീൻ 1ലുള്ളത്. ഇനി സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അത് ഡോൾബി അറ്റ്മോസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്ക്രീൻ 1ന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ തീമാണ് നമ്മുടെ ഈ ഒരു സ്ക്രീൻ 1ൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് ലോഞ്ചർ സീറ്റ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ സ്ക്രീൻ 1ന്റെ 2 സൈഡിലെയും വോളിലായിട്ട് ലൈറ്റ് കൊണ്ടുള്ള ഡെക്കറേഷൻ വർക്കുകളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂവി ട്രെയിലേഴ്സ് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് സ്ക്രീൻ 1 അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ലക്ഷറി തിയേറ്റർ തന്നെയാണ് നമ്മുടെ ഈ ഒരു അല്ലു അർജുൻ സിനിമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ലക്ഷറി തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജ് ഒരുപാട് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത്, ഈ ഒരു സ്ക്രീൻ 1 ടിക്കറ്റ് ചാർജ് വരുന്നത് 295 രൂപയും അതുപോലെ 350 രൂപയാണ്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്ക്രീൻ 2ന്റെ കാര്യമാണ്. സ്ക്രീൻ 2ന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെലുഗു സ്റ്റേറ്റ്സിൽ തന്നെ ആദ്യത്തെ LED സ്ക്രീൻ തിയേറ്റർ വരുന്നത് നമ്മുടെ ഈ ഒരു അല്ലു അർജുൻ സിനിമാസിലാണ്. അപ്പൊ ഇതിന്റെ കാര്യം പറയുമ്പോൾ അറിയാലോ, ഇത് പ്രൊജക്ടർ ഇല്ലാത്ത ഒരു തിയേറ്റർ ആണ്. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ പ്രൊജക്ടർ ഇല്ലാത്ത ഒരു LED സ്ക്രീനെ പറ്റി പറയായിരുന്നു, നമ്മുടെ സാംസങ്ങിന്റെ ഓണിക്സ് തിയേറ്റർ. പക്ഷെ ഇത് ആ ഒരു തിയേറ്റർ അല്ല കേട്ടോ, സാംസങ്ങിന്റെ ഓണിക്സ് തിയേറ്റർ അല്ല, ഇത് വേറൊരു ബ്രാൻഡിന്റെ വേറൊരു തിയേറ്റർ ആണ്.
അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കാര്യം നമുക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡിന്റെ പേര് തന്നെയാണ്, അവരുടെ ഒരു LED സ്ക്രീൻ ആണ് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഫോർമാറ്റ് വരുന്നത് ഡോൾബി അറ്റ്മോസ് തന്നെയാണ്. അതായത് LED പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ സ്ക്രീൻ 2 വരുന്നത്. ടിക്കറ്റ് ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ചാർജ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള സ്ക്രീൻ ഉണ്ടല്ലോ, അതായത് സ്ക്രീൻ 3, സ്ക്രീൻ 4 അതുപോലെ തന്നെ സ്ക്രീൻ 5, ഇതിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാ സ്ക്രീനിലും 4K ലേസർ പ്രൊജക്ഷൻ തന്നെയാണ് നമ്മുടെ അല്ലു അർജുൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് അല്ല, ഡോൾബി 7.1 ആണ് ഈ ബാക്കി 3 സ്ക്രീനിലും വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷമായിരുന്നു ഈ ഒരു തിയേറ്ററിന്റെ ഉദ്ഘാടനം നടന്നത്. അപ്പോൾ ഇവിടെ കളിച്ച ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അല്ലു അർജുന്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ പ്രഭാസിന് തന്നെ ആദ്യ ഒരു സിനിമയാണ് നമ്മുടെ AAA സിനിമാസിലെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലു അർജുൻ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ ഈ ഹൈദരാബാദിലെ അമീർപേട്ടിലെ AAA സിനിമാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കുറേ അധികം കാര്യങ്ങൾ കേൾക്കാനായിട്ട് പറ്റും, അറിയാനായിട്ട് പറ്റും. അപ്പോൾ അത് മാത്രമല്ല, അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കുറച്ച് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരിക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.